സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുകുമാരി മുത്തശ്ശി കൽപ്പനയോട് ഉറവശയോടും പറയണേ, ഞങ്ങൾ പട്ടിണി കിടക്കുമെന്നറിയാലോ, അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നൂടെ? അതേക്കുന്നതും കൽപ്പന പറയണേ. അങ്ങനെ സുകുമാരി മുത്തശ്ശിയുടെയും കൊച്ചുമോളുടെയും ദാസ്യപ്പണി ചെയ്യാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, ഞങ്ങൾക്കതിന് സൗകര്യവും ഇല്ല. അതേക്കുന്നതും സുകുമാരി പറയണേ, കണ്ടോ ഇപ്പം നിങ്ങളുടെ മത്സരിപ്പ് പുറത്തു വന്നത് കണ്ടോ? എന്തൊക്കെയായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞത്? കണിമംഗലത്തിന് ബോംബിടാനാണെങ്കിലും കണിമംഗലം കത്തിച്ചു കളയാനാണെങ്കിലും എന്തിനാണെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടെന്നല്ലേ? എന്നിട്ടിപ്പോൾ അവസരം വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാതെ കഴിവഴിഞ്ഞ് കളയുവാണ് രണ്ടുപേരും കൂടി അല്ലേ? അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊക്കെ ഇതുവരെ വാചം ഓടിക്കാൻ മാത്രമല്ലേ പറ്റൂ, അല്ലാതെ മറ്റെന്തെങ്കിലും ഗുണമുണ്ടോടി നിനക്കൊക്കെ? അതേക്കുന്നതും കൽപ്പനക്കും അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ. കൽപ്പനയും മുറുവശം കൂടി പൊട്ടിത്തെറിക്കണേ. കൽപ്പന പറയണേ, അതെ നിങ്ങൾ കൂടുതൽ അങ്ങ് ഞെളിയാൻ നിൽക്കല്ലേ. ഈ പ്രിയങ്ക എങ്ങനെയാണ് വരണിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കയറുന്നു വന്നതെന്നുള്ള കാര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. മുഴുവൻ കള്ളത്തരം മാത്രമേ നിങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള നിങ്ങൾ ഞങ്ങൾ ഭരിക്കാനും വരണ്ട. അന്നേരം സുകുമാരി പറയുന്നുണ്ട്, ശരിയാ, ഞങ്ങൾ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. നീ വലിയ പുണ്യവതിനെ പോലെയാണല്ലോ നിൻ്റെ സംസാരം. നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഭർത്താവ് ഉണ്ടായിട്ടും നീ ഇവിടെ ഇവരുടെ മോനുമായിട്ട് നടത്തിയ നാടകങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാമല്ലോ. പിന്നെ നിങ്ങൾ രണ്ടുപേരും കാണിച്ചു വെച്ച മഹത്തായ കാര്യങ്ങൾ കാരണം നിങ്ങളിവിടുന്ന് അടിച്ച് പുറത്താക്കിയതല്ലേ? എന്നിട്ട് നാണം കെട്ടെങ്കിലും വലിഞ്ഞേറി വന്നതല്ലേ? ഇപ്പോൾ ഈ വീട്ടുകാരുടെ കാല് നോക്കി ജീവിക്കുന്നു. അങ്ങനെയുള്ള നീയെ കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. ദേ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? മര്യാദക്ക് സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്നും പറഞ്ഞ് കൽപ്പന അങ്ങ് ദേഷ്യപ്പെടുവാണ്. അത് കേട്ട് പ്രിയങ്ക പൊട്ടിത്തെറിക്കണേ. മുത്തശ്ശി പറഞ്ഞതിൽ എന്താ തെറ്റ്? മുത്തശ്ശി പറഞ്ഞതിൽ ഒരു കാര്യം പോലും തെറ്റായിട്ടുള്ള ഇല്ല. ഞാനിവിടെ വന്നു കയറിയ നാൾ മുതൽ ഞങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. ഈ കുടുംബത്തെ ദ്രോഹിക്കാനല്ലേ നിങ്ങൾ ഓരോ കാര്യം ചെയ്തിട്ടുള്ളത്? എന്നിട്ടിപ്പോൾ കൂടുതൽ വർത്താനൊന്നും പറയാൻ നിൽക്കേണ്ട. അങ്ങനെ പ്രിയങ്കയുടെ നേരെ ചുവയുള്ള സംസാരമൊക്കെ കേട്ട് അത്ഭുതപ്പെട്ട് ഞെട്ടലോട് കൂടി നോക്കി നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയും. ഈ സമയം ഉർവശി പറയുന്നുണ്ട്, അല്ല നിൻ്റെ അസുഖമൊക്കെ മാറിയോടി? നീ ഇപ്പോൾ നോർമലായിട്ട് തന്നെയല്ലോ സംസാരിക്കുന്നത്. ആ സമയത്തായിരിക്കട്ടോ പ്രിയങ്കയ്ക്കും താൻ ഓർക്കാതെ നോർമലായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുള്ളൂ എന്നുള്ള ബോധം വരുന്നത്. അന്നേരം മുത്തശ്ശിയും ദേഷ്യത്തിൽ പ്രിയങ്കൻ ഇങ്ങനെ നോക്കുവാണ്. ഇത് കാണുന്ന കൽപ്പനയും പറയണേ, അത് ശരി, അപ്പോൾ ഇവിടെ കാണിച്ചതെല്ലാം നിൻ്റെ അഭിനയമായിരുന്നല്ലേ? നിനക്ക് ശരിക്കും മാനസിക നിലയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലേ? നീ എല്ലാവരെയും വിഡ്ഢികളാക്കുമായിരുന്നല്ലേ? അത് കേൾക്കുന്നതും സുകുമാരി പറയണേ, ഇത് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? ഇവൾക്കിതുപോലെ ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് സ്വബോധമൊക്കെ വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെയാകും. ഇതുപോലെയുള്ള നോർമലായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എത്ര തവണ ഞാൻ ഭഗവാനെ നന്ദി പറഞ്ഞിട്ടുണ്ടെന്നോ എൻ്റെ കുട്ടിയെ മടക്കി തന്നതിന്. പക്ഷേ 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ദേ കിടക്കുന്നു ചട്ടിയും കലവും പോലെ. പിന്നെ അന്നേരം പ്രിയങ്ക ചോദിക്കണേ, എന്താ മുത്തശ്ശി നിങ്ങൾ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് വീണ്ടും അഭിനയം തുടങ്ങുവാണ് കേട്ടോ. അന്നേരം ഉർവശി പറയണേ, എടി നീ മര്യാദക്ക് സംസാരിക്കടി, നേരത്തെ സംസാരിച്ചതുപോലെ ഒന്നുകൂടി ഒന്ന് സംസാരിച്ചേ. ഇതൊക്കെ നിൻ്റെ അഭിനയമല്ലേ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായിടി. മുത്തശ്ശി ഈ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പ്രിയങ്ക ചോദിക്കുക. അന്നേരം സുകുമാരി പറയണേ, ദേ കണ്ടില്ലേ ഇവളിപ്പോൾ വീണ്ടും പഴയതുപോലെ. എന്നാണോ എന്തോ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറി എനിക്ക് എൻ്റെ പഴയ പ്രിയങ്കമോളെ കിട്ടുന്നത് എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും നല്ല സംശയം തോന്നുന്നുണ്ട്. ചെറിയമ്മ വന്നേ. അങ്ങനെ പറഞ്ഞ കൽപ്പന ഉർവശിനെ കൂട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്ക പറയണേ, അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ മുത്തശ്ശി? എന്താണെങ്കിലും മുത്തശ്ശി പെട്ടെന്ന് തന്നെ അങ്ങനെ പറഞ്ഞ് മാനേജ് ചെയ്തല്ലോ. അന്നേരം സുകുമാരി ദേഷ്യപ്പെടുക, അതെ ഒറ്റൊരു വീക്ക് വെച്ച് തന്നാലുണ്ടായല്ലോ. നീ എന്ത് പണിയാണ് കാണിച്ചത്? അവർ നിൽക്കുന്ന കാര്യം നീ എന്താ മറന്നുപോയോ? സോറി മുത്തശ്ശി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. ഇതിനു മുമ്പ് നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാണ്ടായ പിടിവള്ളി നിൻ്റെ ഗർഭമായിരുന്നു. അതെന്താണെങ്കിലും പൊളിഞ്ഞു. ഇപ്പോൾ ഈ മാനസിക നില തെറ്റിയ അവസ്ഥയാണ്. അതുകൂടി പൊളിഞ്ഞാലുണ്ടല്ലോ കണിമംഗലം കാര്യം മൊത്തം ഒറ്റക്കെട്ടാൻ നിന്ന് നമ്മൾ രണ്ടുപേരും പുറത്തേക്കെറിയും. പിന്നെ മറ്റൊന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറി വരാൻ പറ്റില്ല. അക്കാര്യം ഓർമ്മയുണ്ടാവണം നിനക്ക്. സോറി മുത്തശ്ശി, എന്താണെങ്കിലും ഞാൻ കളിച്ച അഭിനയത്തിൽ അവർ വിശ്വസിച്ച് കാണുമല്ലേ? ആർക്കറിയാൻ വിശ്വസിച്ചോ ഇല്ലോ എന്ന്. രണ്ടും എന്താണെങ്കിലും പഠിച്ച കളികൾ തന്നെയാണ്. അവരുടെ ഉള്ളിൽ സംശയം കയറിയിട്ടുണ്ടാവും. അന്നേരം പ്രിയങ്ക വരണേ, സംശയിച്ചു ആണെങ്കിൽ അവരങ്ങ് സംശയിച്ച് നടക്കട്ടെ എന്നേ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? പിന്നീട് കാണിക്കുന്നത് ദേവൻ മുറ്റത്ത് എന്തൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം യശോദാരികിലേക്ക് വരുമായിരിക്കും. ദേവേട്ടാ, അമ്മയൊന്ന് വിളിക്കണ്ടേ? അവിടെ ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വിളിച്ച് ചോദിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നറിയായിരുന്നു. അന്നേരം ദേവൻ ചോദിക്കണേ, അങ്ങനെ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ട് എന്ത് കിട്ടാനാ? അമ്മ നമ്മളോട് നല്ലപോലെ സംസാരിക്കുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? അവിടുത്തെ ഓരോ കുറ്റങ്ങളും കുറവുകളെ കുറിച്ച് പറയലായിരിക്കും. അവിടെയുള്ളവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ? അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ടാകുമോ? നമ്മൾ പറയുന്നത് അമ്മ കേൾക്കുമോ? ഇല്ലല്ലോ. പിന്നെ കണിമംഗലം കുടുംബത്തിലുള്ളവർ ഒരിക്കലും ആരെയും പട്ടിണി കിടണം എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവരല്ല. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശക്തമായിട്ടുള്ള കാരണം തന്നെ ഉണ്ടാവും. അമ്മ പറയുന്നത് നമുക്ക് കണ്ണടച്ചൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയം യശോദ പറയുന്നുണ്ട്, ദേവേട്ടൻ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ പ്രിയങ്കമ്മളെക്കുറിച്ച് നമുക്ക് ഓർക്കണ്ടേ? അവളെ സുഖമില്ലാത്ത കുട്ടിയല്ലേ? അന്നേരം ദേവൻ പറയണേ,
പ്രിയങ്കമോളോട് തനിക്ക് വിളിച്ചെന്ത് ചോദിക്കാം, ഭക്ഷണം കഴിച്ചൊന്ന് ചോദിക്കാം, അല്ലാതെ താൻ പറയുന്ന എന്തെങ്കിലും കാര്യം അവൾ അനുസരിക്കുമോ? ഇല്ലല്ലോ. അല്ല ദേവേട്ട, അമ്മ ഇനി ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കിട്ടുമോയെന്ന് അതിൻ്റെ ടെൻഷൻ. അതിൻ്റെ ബലവും ആ വീട്ടിലുള്ളവരും നമ്മളും തന്നെ അനുഭവിക്കേണ്ടി വരിക. അന്നേരം ദൈവം പറയണേ, ഇനി അമ്മ എന്തായി കൂടുതലായിട്ട് കാണിക്കാനുള്ളത്? ചിലപ്പോൾ വീണ്ടും ഒരു ആത്മഹത്യ ശ്രമം കൂടി നടത്തുമായിരിക്കും. അങ്ങനെ ഒരു വാർത്ത കേൾക്കുവാണെങ്കിൽ അവിടെ ചെന്നത് കാണാൻ പോലും എനിക്ക് തീരെ താല്പര്യമില്ല. അത്രയ്ക്ക് മടുത്തുപോയി. നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ ചോദിച്ചു തുടങ്ങി, എൻ്റെ അമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പോയെന്ന്. സത്യം പറഞ്ഞാൽ അവർ വിചാരിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കുക, എന്താ എൻ്റെ അമ്മക്ക് പറ്റിയെന്നും. മുമ്പൊക്കെ രാധികയുടെ ജീവിതം എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ സമ്പത്തിനോടും പണത്തിനോടുമുള്ള അത്യാർത്ഥിയും അതെങ്ങനെയാണ് അമ്മക്ക് വന്നതെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിലും ഇവിടെ ജീവിക്കുമായിരുന്നല്ലോ ഇത്രയും നാളും. ദേവനാരായണൻ ഒരു അരപ്പട്ടണിക്കാരനല്ലേ, വെറും ഒരു പൂജാരി മാത്രം. അങ്ങനെയുള്ളപ്പോൾ ഇവിടുത്തെ സുഖസൗകര്യങ്ങളെക്കാളും അതൊക്കെ കണ്ടപ്പോൾ അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി കാണും. മാത്രമല്ല അമ്മയെ ലോകം കാണിച്ചു കൊടുക്കാൻ പ്രിയങ്കയും ഉണ്ടായിരുന്നല്ലോ. അമ്മ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ട് അതിനെ ഒന്ന് എതിർക്കുകയോ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലായി പോയില്ലേ നമ്മൾ. എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അവർ രണ്ടാളും സങ്കടത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന വരുണിനോടും അതുപോലെ എസ്റ്റേറ്റിൽ നിന്ന് വന്ന സൂര്യയോടും ഇന്നോട് നടന്ന സംഭവങ്ങളും മുളകോടി വിശേഷത്തെക്കുറിച്ചൊക്കെ പറയുവാണ് കേട്ടോ രാധികയും ജയഭാരതിയമ്മയും ചേർന്ന്. അങ്ങനെ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് സൂര്യയും വരുണുമൊക്കെ. അന്നേരം സൂര്യ പറയണേ, ഷടാ ഇതിപ്പോൾ എസ്റ്റേറ്റിൽ പോയി നിൽക്കുന്ന കാരണം ഇതുപോലെ ഇവിടെ നടക്കുന്ന ഇത്തരം കാഴ്ചകളൊക്കെ മിസ്സാകുവാണല്ലോ. കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇവിടെ വന്ന് നിന്ന് ഇതെല്ലാം ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുകുമാരി അമ്മയുടെ കോപ്രായങ്ങളെന്ന് പറഞ്ഞ് ഒരു വലിയ ബുക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റും. അന്നേരം രാധിക പറയണേ, എൻ്റെ ഏട്ടാ അതൊന്നും ഒറ്റ ബുക്കിൽ തീരില്ല, 1, 2, 3 ബുക്കൊക്കെ വേണ്ടി വരും. അന്നേരം വരുൺ പറയണേ, എന്താണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പണി കിട്ടുന്നത് നല്ലതാണ്, ഇവരുടെ സ്വഭാവത്തിന് ഇതൊന്നും കിട്ടിയേ പോരാ. അന്നേരം ജയഭാരതിയമ്മ പറയണേ, ഇതുപോലെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അവസാനം പണി കിട്ടി മതിയാകുമ്പോൾ എങ്ങോട്ടാന്ന് വെച്ചാൽ കൊച്ചുമോളെയും കുട്ടി അങ്ങ് ഓടിക്കോളും. അത് ശരിയാ, ഓടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞിരിക്കുവാണ്ടോ സൂര്യ. ഈ സമയം ഇതെല്ലാം കേട്ട് സുകുമാരി പ്രിയങ്കരെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം സുകുമാരി പറയണേ, അങ്ങനെ ഈ സുകുമാരി എല്ലാം ഇട്ടെറിഞ്ഞ് ഓടാനൊന്നും പോകുന്നില്ല സൂര്യ, നീ അതോർത്ത് അങ്ങ് സുഖിക്കണ്ട കേട്ടോ. ഇവറ്റകളൊക്കെ വിളിച്ചു വരുത്തിയതായിരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞ് സന്തോഷിക്കാൻ, അല്ലേ? ആണെങ്കിൽ തന്നെ നിങ്ങൾക്കെന്താ ഇനി ഇവിടെ നാണം കിട്ടും നിന്നെ ഇങ്ങനെ നിൽക്കുന്നത്? കൊച്ചുമോളെയും കൂട്ടി ഇവിടെ നിന്ന് പൊക്കൂടെ? അതെ, നിന്റെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. ഈ സുകുമാരി മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുത്തിരിക്കും. അതിന് എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും എന്ത് തരം താഴ്ന്ന കളി കളിക്കേണ്ടി വന്നാലും ഈ സുകുമാരിക്ക് ഒരു കുഴപ്പമില്ല. ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. ഇതിനൊക്കെ ഈ സുകുമാരി നിങ്ങളോട് എല്ലാവരോടും കണക്ക് ചോദിച്ചിരിക്കും. കുടുംബത്തെ മുഴുവൻ നാണം കെടുത്ത് നിർത്തും, നോക്കിക്കോ. ഈ സമയം വരുൺ പറയണേ, അതെ നിങ്ങളിവിടെ വന്ന് നിൽക്കുന്നത് പ്രിയങ്കയുടെ ജീവിതം നന്നാക്കാനാണെന്നൊക്കെ ഏതു നേരവും പറയുന്നുണ്ടല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രിയങ്ക നിങ്ങൾക്ക് വെറും ഒരു ആയുധം മാത്രമാണ്. പ്രിയങ്കയിലൂടെ നിങ്ങൾക്ക് ഈ വീട്ടിലെ സുഖവും സൗകര്യങ്ങളും അനുഭവിക്കണം. അതിനുവേണ്ടിയല്ലേ നിങ്ങളെയും കാണിച്ചു കൂട്ടുന്നതൊക്കെ? അതേടാ, അതിനുവേണ്ടി തന്നെയാ. അതിന് നിനക്കെന്താ? ഈ സുകുമാരിക്ക് ഈ വീടും നിങ്ങളെല്ലാവരും ഒന്നും ഭരിക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയിട്ട് തന്നെ ഇതെല്ലാം ഞാൻ കാണിച്ചു കൂട്ടുന്നത്. അതിന് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോടാ? ഈ സുകുമാരി ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ഏത് വിധേനയും നേടിയിരിക്കും. ഞങ്ങളെ പട്ടിണിക്കുറ്റൊന്നും പറഞ്ഞ് നിങ്ങൾ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. നിങ്ങൾക്കൊക്കെയുള്ള പണിയെ വൈകാതെ ഞാൻ തരുന്നുണ്ട്, വാ മോളെ. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും കുട്ടിയും മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സൂര്യ ചോദിക്കണേ, അല്ല ഇവരുടെ സംസാരം പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണോ രാധികയും? ഇവരുടെ നാക്കിന് ഒരു വലിയ ബ്രേക്കും ഇല്ലല്ലോ. അന്നേരം രാധിക പറയണേ, പണ്ട് ആറ്റുവേശ്വരിലായിരുന്ന സമയത്ത് അങ്ങനെ അത്രക്കൊന്നും സംസാരിക്കില്ല. പിന്നെ സംസാരിക്കുമ്പോൾ തന്നെ പണത്തോടൊന്നും ഇത്ര ആർത്തിയുള്ളതായിട്ട് തോന്നിയിട്ടുമില്ല. അന്നേരം പറഞ്ഞേ, ഇവരുടെ സ്വഭാവം പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ്. കുഞ്ഞായി രാധികനെ കൊണ്ടുവന്ന സമയത്ത് രാധികനെ എവിടെയെങ്കിലും കളയാൻ പറഞ്ഞ സ്ത്രീയല്ലേ, അപ്പോൾ അറിയാലോ ഇവരുടെ സംസാരവും ചിന്താഗതിയൊക്കെയും. ഈ സമയം സൂര്യ ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയങ്കയുടെ മാനസിക നിലയെക്കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടായില്ലേ, അത് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അന്നേരം രാധിക പറയണേ, ഇല്ലേട്ടാ, എന്താണെങ്കിലും അവൾക്ക് പറയത്തക്ക ഒരു അസുഖമില്ല, എല്ലാ അഭിനയം തന്നെയാണ്, അതുറപ്പല്ലേ എന്ന് വരുണും പറയണേ. അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മുമ്പിൽ ബോധ്യപ്പെടുത്തിക്കൂടെ? അച്ഛനോടും അമ്മയോടും ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനെ ഇപ്പം തന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാലോ എന്ന് സൂര്യ പറയുക. അന്നേരം ജയഭാരതി പറയണേ, അങ്ങനെ വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, പറയുമ്പോൾ തെളിവ് സഹിതം എല്ലാവർക്കും മുമ്പിൽ രണ്ടിനെയും പൊളിച്ചെടുക്കണം. അത് കേൾക്കുമ്പോൾ വരുൺ പറയണേ, അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ച് മാത്രമല്ല ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാ സത്യങ്ങളും തെളിയിക്കണം. അധികം വൈകാതെ അതിനുള്ള എന്തെങ്കിലും ഒരു അവസരം തെളിഞ്ഞു വരും എന്ന് ജയഭാരതിയും പറയുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ സാറയോട് ഫോണിലൂടെ സംസാരിക്കുന്നതാണ്. അന്നേരം സാറ ചോദിക്കുന്നുണ്ട്, എന്താ ചായ ആ ഗൗതം നമ്മൾ കൊടുത്ത എഗ്രിമെൻറ്റ് പേപ്പറിലൊക്കെ ഒപ്പിട്ടോ? എല്ലാത്തിലും ഒപ്പിട്ടു, അല്ലാതെ അവൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. അച്ചായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം നീക്കാനായിട്ട്. പിന്നെ ഈ കണിമംഗലത്തിന് എത്ര കോടി രൂപയുടെ ആസ്തിയൊക്കെ വരും? ഒരു 250-300 കോടിയോളം വരും. ഓ, അപ്പോൾ ഇത്രയും വലിയ സാമ്രാജ്യമാണ് ചന്ദ്രശേഖരൻ കൈപ്പിടിയിലാക്കാൻ നോക്കാൻ പോകുന്നത് അല്ലേ? എന്താണെങ്കിലും അവരെ കുരുക്കാനായിട്ട് നമ്മളൊരു കുരുക്കിട്ട് കഴിഞ്ഞല്ലോ. അന്നേരം ബെഞ്ചമിൻ പറഞ്ഞേ, അതെ സാറാ, പണം കൊണ്ട് നീയും കറുതുകൊണ്ട് ഞാനും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തോപ്പിക്കാൻ വേറെ ആർക്കും പറ്റില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നമ്മളെല്ലാം നേടിയെടുത്തിരിക്കും. ആദ്യം ചന്ദ്രശേഖരൻ പുറത്തിറങ്ങട്ടെ, എന്നിട്ട് അയാൾ ആഗ്രഹിച്ചതുപോലെ ഈ കണിമംഗലത്തിൻ്റെ ആസ്തികളെല്ലാം അയാളിലേക്ക് ചെന്ന് ചേരട്ടെ. പിന്നെന്താ വേണ്ടതെന്ന് നമുക്കറിയാമല്ലോ. അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, അല്ല ആ CIO അയാളുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അയാളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതല്ലോ. ഒരു നോട്ട് കേട്ട് അയാൾക്ക് മുമ്പിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ അതുവഴി പോകും. അല്ലാതെ അയാൾക്ക് വലിയ സത്യസന്ധതയോ വിശ്വസ്തതയോ ഒന്നുമില്ല. പണം കണ്ടാൽ മതി. അല്ല, നീ ഇപ്പോൾ എവിടെയാ? റൂമിലാണോ? അല്ല, എനിക്ക് മറ്റൊരു വലിയ ബിസിനസ്സുകാരനെ ഡീൽ ചെയ്യാനുണ്ട്. അയാളെ നമ്മുടെ തടവില, ഡിജിറ്റൽ തടവിൽ. ഇതുപോലെയുള്ള വലിയ വലിയ കോടീശ്വരന്മാർക്കില്ലേ പല പല രഹസ്യബന്ധങ്ങളുണ്ടാകുമല്ലോ. അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ അങ്ങ് പേടിപ്പിച്ച് നിർത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ ചായ. എന്താണെങ്കിലും ആ ഡോക്ടറുമായിട്ട് ഉടനെ തന്നെ ഒരു കൺസൾട്ടിങ് ഉണ്ട്. അത് കഴിഞ്ഞ് അയാളൊന്ന് സമാധാനിപ്പിച്ച് അയാളിൽ നിന്നും നമ്മൾ വിലപേശിക്ക പൈസ വാങ്ങും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. അങ്ങനെ പറഞ്ഞ് കോള് കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് സുകുമാരിയും പ്രിയങ്കയും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ്. അന്നേരം പ്രിയങ്ക പറയണേ, നമ്മളിവിടെ പട്ടിണി കിടക്കുന്നതൊക്കെ അവരെല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിക്കുവാണ്. കണ്ടില്ലേ അവർ ചിരിച്ച് കളിച്ച് നമ്മുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം സുകുമാരി പറയണേ, ശരിയാ, ഒക്കറ്റിനിട്ട് ഒരു പണി കൊടുത്തേ പറ്റൂ. മനുഷ്യനാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാനും പറ്റുന്നില്ല. ഇതിപ്പോൾ എന്ത് ചെയ്ത് എന്തൊന്ന് പരിഹരിക്കുക? വിശന്നിട്ട് തലയിലൊരു ബുദ്ധിയും ഉദിക്കുന്നില്ലല്ലോ ദൈവമേ എന്ന് പറയുക. അന്നേരം പ്രിയങ്ക പറയണേ, മുത്തശ്ശി, നമുക്ക് ഈ കലക്ക വെള്ളത്തിൽ തന്നെ അങ്ങ് മീൻ പിടിച്ചാലോ? നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മുത്തശ്ശി, നമ്മളിവിടെ ആക്കിയത് ആരാണ്? പോലീസുകാരല്ലേ? വനിതാ കമ്മീഷനിൽ നിന്ന് ഓർഡറൊക്കെ വാങ്ങിയല്ലേ നമ്മളിവിടെ തിരികെ വന്നത്. മാത്രമല്ല, നമ്മളന്ന് പുറത്തു നിന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഓടിക്കൂടി വന്നത് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലെ ആൾക്കാരല്ലേ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു കുറവുണ്ടാകാതെ നോക്കണമെന്നല്ലേ ആ CI സാറ് ഇവരോടൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മളെ പട്ടിണിക്കിടുന്നു. കൊല്ലാൻ നോക്കുന്നതിന് തുല്യമല്ലേ അത്? ഈ പട്ടിണിക്കിടുക എന്നൊക്കെ പറയുന്നത് ക്രിമിനലായിട്ടുള്ള കുറ്റമാണ്. നമ്മൾ ഈ വിവരം റെസിഡൻസ് അസോസിയേഷനിലും ആ CIയോടും വനിതാ കമ്മീഷനിലേക്ക് ഒരു പരാതിയായിട്ട് കൊടുത്താലുണ്ടല്ലോ, ഈ കണിമംഗലം കുടുംബം മുഴുവൻ നാറും. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. നമുക്കെന്താണെങ്കിലും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അന്നേരം സുകുമാരി പറയണേ, ശരിയാ നീ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതേ ഇല്ല. എന്താണെങ്കിലും നാളെ നേരെ ഒന്ന് വെളുക്കട്ടെ. നമ്മളെ ദ്രോഹിച്ചതിന് എല്ലാത്തിനും നമ്മൾ നിർത്തിപ്പോരിച്ചിരിക്കും. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ പത്മിനി ഡോർ തുറന്ന് നോക്കുവാണ് കേട്ടോ. ഈ സമയം റെസിഡൻസ് അസോസിയേഷനിലെ ആളുകളായിരിക്കും. ഒരു 7 പേരൊക്കെ വന്നിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയുവാണ് പത്മിനി. എന്നിട്ട് അവരോട് എന്താ കാര്യം എന്ന് അന്വേഷിക്കുവാണ്. എന്താ എല്ലാവരും കൂടി? പരമേശ്വരൻ സാറല്ലേ? ഉണ്ടല്ലോ, ഇപ്പോൾ വിളിക്കാം. അങ്ങനെ വരുണും രാധികയും പരമേശ്വരനും ജയഭാരതി എല്ലാവരും അവിടെ എത്തുവാണ് കേട്ടോ. എന്തുപറ്റി? എന്താ എല്ലാവരും കൂടി എന്നാ പരമേശ്വരൻ ചോദിക്കുക. ഈ സമയം ആ റെസിഡൻസ് അസോസിയേഷനിലുള്ള ഒരു വക്കീലുണ്ട്. അയാൾ പരമേശ്വരനോട് സംസാരിക്കുക. ഇതേ സമയം പ്രിയങ്കയും മുത്തശ്ശിയും ജനലിൽ കൂടി മറഞ്ഞു നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുവാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ദേ ആ വെള്ള ഷർട്ടിട്ട ആളുണ്ടല്ലോ, അയാളെ വക്കീല്, അയാളുടെ CI സാർ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ വക്കീൽ പറയണേ, ഞങ്ങൾക്ക് റെസിഡൻസ് അസോസിയേഷനിലെ ഈ കുടുംബത്തിൽ നിന്നൊരു പരാതി കിട്ടി. ഇവിടെന്നോ? എന്ത് പരാതി? മറ്റൊന്നുമല്ല, ഇവിടെ 2 പേരെ വീട്ടു തടങ്കലിൽ പട്ടിണിക്കിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് പരാതി തന്നത് മറ്റാരുമല്ല, അന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കിയ ആ സ്ത്രീയും വരുണിൻ്റെ ആദ്യ ഭാര്യയും ചേർന്ന പരാതി നൽകിയത്. അങ്ങനെ അവരുടെ ആ വാക്കുകൾ കേൾക്കുന്നതും ഞെട്ടലോടുകൂടെ എന്ത് പറയണം എന്നറിയാതെ തല താഴ്ത്തി നിൽക്കുന്ന പരമേശ്വരനെയും ജയഭാരതിനെയും വരുണിനെയും രാധികനെയും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്